ഏതെങ്കിലും ഒരു കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം രണ്ടാകുമ്പോൾ മറ്റത് വർക്ക് ചെയ്യും. അത് ഈ മിക്ക 70% ആളുകളും കിഡ്നി രോഗികളെ ആളുകളും ഈ അവരെ കിഡ്നി ഫെയിലിയർ ആയത് അവസാന ഘട്ടത്തിലാണ് കാണുന്നത്. നമസ്കാരം, ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം, എന്തുകൊണ്ടാണ് കേരളത്തിൽ കിഡ്നി രോഗികൾ വർദ്ധിക്കുന്നത്? നമുക്ക് നമ്മുടെ മുൻകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1980കളിൽ കിഡ്നി രോഗം തീരെ റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. എന്നാൽ 90കളിൽ ആയപ്പോൾ കുറേശ്ശെ വന്നു തുടങ്ങി. 2000 ഏകദേശം ചെറിയ രീതിയിൽ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും 5, 6, 8, 10 കിഡ്നി രോഗികൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ കിഡ്നി രോഗം വർദ്ധിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഇതിൽ 7ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എന്ത് ചെയ്യാം, നമ്മളെ ഓരോരുത്തരും, മലയാളികൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡയബറ്റിക്കാണ്. അതായത് നമുക്ക് കേരളത്തിൽ, ഇന്ത്യയിലെ ഡയബറ്റിക്കിൻ്റെ ഹബ്ബാണ് കേരളം. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പല ആളുകൾക്കും, പല സുഹൃത്തുക്കൾക്കും കൃത്യമായി ഡയബറ്റിക്കിലെ ആളുകളുണ്ട്. ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയത്തിന് ചികിത്സ തേടേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം ചികിത്സ തേടിയാൽ മാത്രം പോരാ, ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. പിന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 3 കാര്യം, ഇപ്പം ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ മരുന്ന് കുടിക്കുക, നിർബന്ധമായിട്ടും ഭക്ഷണം നിയന്ത്രിക്കുക, പിന്നെ കൃത്യമായിട്ട് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിൽ പല സമയത്തും ഡയബറ്റിക് ആകുമ്പോൾ കൃത്യമായി ഇതിന് ശ്രദ്ധ കൊടുക്കാത്ത ആളുകൾ, ചില ആളുകൾ തീരെ ശ്രദ്ധ കൊടുക്കില്ല, മരുന്ന് കുടിക്കില്ല, ഭക്ഷണം നിയന്ത്രിക്കുക ചെയ്യില്ല, വ്യായാമം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ തീരെ കാണില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ ശരീരത്തിൽ ഡയബറ്റിക് രോഗത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഷുഗർ അധികം വർദ്ധിക്കും. ഈ ഷുഗർ അധികം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കിഡ്നിനെ സംബന്ധിച്ചൊരു ആസിഡിൻ്റെ പ്രവർത്തനം പോലെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആസിഡ് ഉറ്റിക്കഴിഞ്ഞാൽ ആന്തരിക അവസ്ഥ, അതേപോലെ ആയിരിക്കും കിഡ്നിൻ്റെ ആന്തരിക അവയവങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെ ഈ കിഡ്നി രോഗം നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത്. അതിലൊരു ഉദാഹരണമാണ്, നമ്മുടെ കാലുകളിൽ സാധാ കാണാത്ത രീതിയിൽ നീർക്കെട്ട് വരിക. കാൽപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്. മറ്റൊരു സിമ്പിൾ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളെ മൂത്രം നല്ല രീതിയിൽ പതയുന്നൊരു വിചാരിച്ചു. അപ്പം മൂത്രം ഒഴിക്കുന്ന സമയത്ത് നല്ല പതഞ്ഞു വരിക, അങ്ങനെ കൂടുതലായിട്ട് മൂത്രം പതയാൻ പാടില്ല. കൂടുതൽ പതിഞ്ഞു വരിക എന്നതിൻ്റെ അർത്ഥം മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലെന്നാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഡോക്ടറെ കാണുന്നത് ക്രിയാറ്റിൻ പോലത്തെ ടെസ്റ്റ് നടത്താം. എന്നാലും അറിയാം നമ്മുടെ കിഡ്നിൻ്റെ ഹെൽത്തിനെ എന്നുള്ള അറിയാൻ പറ്റും. മറ്റൊന്നാണ് ഏജിങ്. നമുക്ക് പ്രായമാകുകയാണ്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും പ്രായമാകുന്നുണ്ട്. ചില ആളുകൾക്ക് ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറുപ്രായത്തിന് പ്രായമായി തോന്നും. ചിലർക്ക് കുറച്ച് നല്ല വയസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രായമാകുക. അപ്പോൾ ഈ ഏജിങ് നമ്മുടെ ശരീരത്തിന് പല എന്താ പറയുക അവയവങ്ങൾക്കും ഏജിങ് വരുന്നത് പോലെ കിഡ്നിയിലും ഏജിങ് വരുന്നുണ്ട്. അത് ചില ആൾക്ക് നേരത്തെ അത് ഏജിങ് വരും, ഡാമേജ് വരാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഹൈ BP. നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ കൂടുതലൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ. ഈ ബ്ലഡ് പ്രഷർ ഒന്നുള്ള ആളുകൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, അതിന് മരുന്ന് കഴിക്കേണ്ടതുണ്ട്, അതിന് വേണ്ട ജീവിതശൈലി നിയന്ത്രിക്കേണ്ടതുണ്ട്. ബ്ലഡ് പ്രഷർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക. പഞ്ചസാര കുറക്കല്ല, പഞ്ചസാര ഉപയോഗം നിർത്തുക. അപ്പോൾ പഞ്ചസാരൻ്റെ ഉപയോഗം നിർത്തുക, ഉപ്പിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ BP നിയന്ത്രിക്കുക. അപ്പോൾ BP നിയന്ത്രിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ കിഡ്നിയിൽ ഘട്ടമായി കിഡ്നിൻ്റെ ഭാഗത്തുള്ള വെസൽസ് അല്ലെങ്കിൽ കിഡ്നിൻ്റെ ഭാഗത്തുള്ള വെയിൻസ് ഒക്കെ പൊട്ടാനും അത് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. വളരെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ കേരള. അതായത് പണ്ടൊക്കെ നമ്മളെ നാടുകളിലെ ഭക്ഷണത്തിൻ്റെ രീതി വളരെ കുറച്ചായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് മാറി. ഫാസ്റ്റ് ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഘട്ടമായി ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, പിന്നെ മാത്രമല്ല തീരെ എക്സസൈസ് ചെയ്യാത്തൊരവസ്ഥ. പണ്ടൊക്കെ ആളുകൾ നടന്നിരുന്നു, പണ്ടൊക്കെ ചെറിയ യാത്രകൾക്കൊക്കെ നടന്നു വരും. ഇപ്പോൾ അല്ല, ഇന്ന് ക്യാഷ് ഉള്ളവനും ക്യാഷ് ഇല്ലാത്തവനും നടക്കുന്നില്ല. ചെറിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവനാണെങ്കിൽ മറ്റു വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് നടക്കുക. അപ്പോൾ തീരെ വ്യായാമമില്ലാത്തൊരവസ്ഥ. പിന്നെ അശാസ്ത്രീയമായ ഫുഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിങ്ങളെ കിഡ്നിയിൽ ഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നു, ഡാമേജ് വരുത്തുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്നുള്ളത് 70% ഓഫ് ഡാമേജ് ഈസ് ഇൻവിസിബിൾ. അതായത് നമ്മുടെ കിഡ്നിയിൽ ഡാമേജ് വിചാരിച്ചു. ഈ ഡാമേജ് ആകുന്നതിനും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും 2 അപ്പം നമുക്ക് മൂക്കിൽ 2 ഹോളുകളുണ്ട്, ചെവി 2 ഉണ്ട് അല്ലേ. അതുപോലെ കിഡ്നി 2. ഈ 2 ഒന്ന് കംപ്ലൈൻറ്റ് വന്നാൽ മറ്റൊന്ന് സ്റ്റെപ്പിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ സ്റ്റെപ്പിനെ വെക്കുന്നുണ്ടല്ലോ.
അതെന്താണ്, അത് കംപ്ലൈൻറ്റ് വന്നാൽ മറ്റു ഉപയോഗം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഏതെങ്കിലും ഒരു കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം രണ്ടെണ്ണമാകുമ്പോൾ മറ്റത് വർക്ക് ചെയ്യും. അത് ഈ മിക്ക 70% ആളുകളും, കിഡ്നി രോഗികളെ ആളുകളും ഈ അവരെ കിഡ്നി ഫെയിലിയർ ആയത് അവസാന ഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡോക്ടറെ കണ്ടിട്ട് ക്രിയാറ്റിൻ പോലത്തെ ടെസ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു സംശയം, മലയാളികൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? മലയാളിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ഷൻ പോലെ നമുക്ക് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ചെയ്യുക, ഈ സോൾട്ടിൻ്റെ ഉപയോഗം കുറക്കുക. ഉപ്പും കിഡ്നി രോഗം തമ്മിലെ കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉപ്പ് കയറി വിചാരിച്ചു. ഉപ്പ് കയറി കഴിഞ്ഞാൽ ഈ ഉപ്പിനൊക്കെ ശരീരത്തിൽ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, കിഡ്നിയിൽ വരിക. അപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടാകും ഉപ്പ് തിന്നവനും വെള്ളം കുടിക്കും. അതിന് സയൻസ് എന്താ വെച്ചാൽ ഉപ്പിൽ സോഡിയം ഉണ്ട്, സോഡിയം ക്ലോറൈഡിൽ സോഡിയം ഉണ്ട് ബോഡിയിൽ. നിങ്ങളുടെ ശരീരത്തിൽ സോഡിയം അധികം കയറി കഴിഞ്ഞാൽ ശരീരം ഈ അധികമുള്ള സോഡിയത്തിനെ പുറത്താക്കാൻ വേണ്ടി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. അപ്പോൾ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കിഡ്നിക്ക് ഓവർലോഡ് വരിക. അപ്പോൾ കിഡ്നി ഓവർലോഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ ഘട്ടമായിട്ട് കിഡ്നി ഫെയിലിയർ ആയ സാധ്യത ഒന്ന് സാൾട്ടിൻ്റെ പ്രശ്നം. മറ്റൊന്നാണ് പെയിൻ കില്ലേഴ്സ്. നമ്മൾ മലയാളിയിൽ തന്നെ ഒരു ശ്രദ്ധയില്ലാതെ കഴിക്കുന്നത് വരുന്ന പെയിൻ കില്ലർ. ഇപ്പോൾ തലവേദനയൊക്കെ ഉണ്ടായാൽ നേരെ മെഡിക്കൽ ഷോപ്പ് പോയി പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പാരസിറ്റമോൾ പോലത്തെ പെയിൻ കില്ലറുകൾ വാങ്ങിക്കഴിക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യുക, ഈ പെയിൻ കില്ലർ കഴിക്കാതിരിക്കുക. പെയിൻ കില്ലർ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, കഴിക്കുക. അത് ഡോക്ടർ നിർദ്ദേശത്തോടെ മാത്രം, അത് വലിയ വേദനകൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം. അല്ലാതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് പെയിൻ കില്ലർ കഴിക്കുകയാണ്. അപ്പം നിരന്തരമായിട്ട് നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കുന്നു, പെയിൻ കില്ലർ ആയാലും പാരസിറ്റമോളത്തെ ഗുളികകൾ എന്ത് ചെയ്യാം, നിരന്തരം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി ഡാമേജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പെയിൻ കില്ലറുകൾ നിയന്ത്രിക്കുക. പിന്നെ വേണ്ടത് വെള്ളം നല്ലവണ്ണം കുടിക്കുക. നമുക്കറിയാം ശരീരത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ അധികമുള്ള വെള്ളത്തിൻ്റെ എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ കിഡ്നിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നല്ല സുഖമായി നടക്കാൻ സാധ്യത കൊടുക്കും. അപ്പോൾ ഈ വെള്ളം കുടി, ഇപ്പോൾ പൊതുവെ ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ആളുകൾ വെള്ളം കുടി കുറവാണ് എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യും, മൂത്രച്ചൂട് വരും. ഈ മൂത്രച്ചൂടിൻ്റെ സയൻസ് എന്താ വെച്ചാൽ ഈ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന സമയത്തുള്ള വേസ്റ്റുകൾ എന്ത് അത് ക്രിസ്റ്റൽ രൂപത്തിൽ വരും. അത് മൂത്രനാളികളിലൊക്കെ തടഞ്ഞ് അത് ഒരു ഘട്ടം ഒരു കല്ലായി മാറും, വേദന വരും. പക്ഷെ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം കുടിക്കുമ്പോൾ അത് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ അതിന് എവിടെയും പറ്റി പിടിക്കാതെ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് വരും. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. നല്ല രീതിയിൽ എക്സസൈസ്, ഒരു വെള്ളം നല്ലോണം ഒരു ദിവസം ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 15 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ചുരുക്കി പറയുന്നത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ പെയിൻ കില്ലേഴ്സ് എന്ത് ചെയ്യുക, കഴിയുന്നതും കഴിക്കാതിരിക്കുക. പിന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. പിന്നെ ഒരു ദിവസം ഒരു അരമണിക്കൂർ എന്നാൽ എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യുക. ഇത്രയും മുകളിൽ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യാം. കൂടാതെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സംശയം, ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് നീര് അനുഭവപ്പെടുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കയ്യിലോ കാലിലോ നീര് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് കൂടുതൽ പത വരിക, അങ്ങനത്തെ എന്തെങ്കിലും ഘട്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നിർബന്ധമായി ഡോക്ടറെ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയാറ്റിൻ പോലത്തെ ടെസ്റ്റുകൾ നടത്തുക. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ പല കുടുംബങ്ങളും നമ്മൾ അറിയാതെ കിഡ്നി രോഗത്തിൽ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പല ഗ്രൂപ്പുകളിലും അയച്ചു കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും, ആ ബെൽ ബട്ടൺ നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കുക. പുതുതായിട്ട് വരുന്ന എല്ലാ വീഡിയോയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.